വന്ദനം. ഏറെ ബഹുമാന്യരായ അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. സ്ത്രീകളുടെ സാമൂഹിക തുല്യതയ്ക്കായുള്ള പോരാട്ടമാണ് ലോക വനിതാ ദിനം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യം വെക്കുന്നത്. ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് മനുഷ്യൻ എവിടെയെല്ലാം അധിവസിക്കുന്നുവോ അവിടങ്ങളിൽ എല്ലാമുള്ള വനിതകൾക്കായി അവരുടെ അന്തസ്സിനെ, ആത്മാഭിമാനത്തെ, ആഭിജാത്യത്തെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവളുടെ വിലമതിക്കാനാവാത്ത സ്വത്വബോധത്തെ വാനത്തോളം വിളംബരം ചെയ്യാനായി വനിതകൾക്കായി ഒരു ദിനം. എല്ലാ വർഷവും മാർച്ച് 8-നാണ് രാജ്യാന്തര വനിതാ ദിനം നാം ആചരിക്കുന്നത്. സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കാനും സൗകര്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും സ്ത്രീകൾ നടത്തിയ ആരോഗ്യകരമായ പോരാട്ടങ്ങളുടെയും കുത്തകകളുടെയും സർവാധിപത്യത്തിനുമേൽ സ്ത്രീകൾ കൈവരിച്ച മഹാനേട്ടങ്ങളുടെയും വിജയത്തിന്റെയും ആയിരക്കണക്കിന് വീടുകളാണ് ഇതിനു പിന്നിലുള്ളത്. 1990 മുതലാണ് മാർച്ച് 8-ന് നാം രാജ്യാന്തര വനിതാ ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. എന്നാൽ നാം അറിയണം, നാം സമൂഹത്തിന്, ലോകത്തിനു തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം, സ്ത്രീയെ ബഹുമാനിക്കാത്ത, അവളെ ആദരിക്കാത്ത ഒരു സമൂഹവും ഉത്തമ സമൂഹമല്ല എന്ന സത്യസന്ധമായ വസ്തുതയും പരമാർത്ഥവും എല്ലാ ആചാര്യന്മാരും പഠിപ്പിച്ചതും പ്രബോധനം ചെയ്തതും സ്ത്രീയെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമാണ്. ഈ ലോകത്തിലുള്ള സർവരും ജനിച്ചതും വളർന്നതും വികാസം പ്രാപിച്ചതും ഒരമ്മയുടെ മടിത്തട്ടിലാണ്. അതേ, സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, മകളാണ്. അതിനെല്ലാം ഉപരി അവൾ പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമാണ്. പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമായ പെണ്ണിനെ കേവലം പരസ്യ പലകയിൽ നാണയ തുട്ടുകൾക്കു വേണ്ടി വസ്ത്രാക്ഷേപം ചെയ്ത് വെറും കച്ചവട ചരക്ക് മാത്രമാക്കുന്ന ലോകത്തിന്റെ മുൻപിൽ തലയെടുപ്പോടെ, ആത്മാഭിമാനത്തോടെ നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കണം. പെണ്ണിന്റെ മഹത്വവും അവളുടെ പ്രാധാന്യവും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയാർക്കും ഹയ്യാർക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി വർത്തിക്കുന്നവനാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ അർദ്ധഭാഗമാകുന്നു. ആ അർദ്ധഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുരുഷാ, നിനക്ക് പുരുഷനായി ജീവിക്കുവാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബഹുമാനവും പരിഗണനയുമാണ് ആചാര്യന്മാരഖിലവും പഠിപ്പിച്ചത്. സർവവിജ്ഞാന പീഠം കയറിയ ആദിശങ്കരനോട് അമ്മയായ ആര്യാമ്പ ചോദിച്ചുവത്രേ, മകനെ, നിന്നെ നൊന്ത് പ്രസവിച്ചതിന്, പോറ്റി വളർത്തിയതിന് നീ എനിക്കെന്താണ് പകരം നൽകുന്നത്? ആദിശങ്കരൻ ആദരവോട് പ്രതിവചിച്ചു, നൈരുച്യം, തനുശോഷണം, മലമ ഈ ശയ്യാച്ച സംവത്സരി. അമ്മേ, ജീവിതം മുഴുവൻ പകരമായി തന്നാലും എനിക്ക് അമ്മയോടുള്ള കടപ്പാട് തീർക്കാനാവുമോ? അമ്മ എന്നെ ഗർഭം ചുമന്നപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണത്തിന് അരുചി തോന്നിയിരുന്നില്ലേ? അമ്മയുടെ ശരീരം ശോഷിച്ചിരുന്നില്ലേ? എന്റെ മലമൂത്രാദി വിസർജനങ്ങൾ സംവത്സരങ്ങളോളം
അമ്മ കിടന്നിട്ടില്ലേ എന്നാണ് സർവ വിജ്ഞാന പീഠം കയറിയ ആദിശങ്കരൻ അമ്മയോട് പ്രതിവചിച്ചത്. അതെ, കൗരവ സഭയിൽ വെച്ച് ദുശാസനാൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന പാവം ദ്രൗപദിക്ക് വസ്ത്രം നൽകി ആദരിച്ച കണ്ണന്റെ മണ്ണിൽ പെണ്ണ് ആദരിക്കപ്പെടട്ടെ. അവൾ ആത്മാഭിമാനത്തോടെ ജീവിക്കട്ടെ. വിണ്ണിന്റെ വിഹായസുകളിലേക്ക് ചിറകു വിടർത്തി പറന്നുയരട്ടെ. അതുകൊണ്ട് നാം തിരിച്ചറിയുക, സമൂഹത്തെ ബോധവൽക്കരിക്കുക. സ്ത്രീത്വത്തെ അന്തസ്സോടെ പവിത്രതയോടെ കാണുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഒരു നല്ല നാളേക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് തണുത്തു പോയാ എന്തുകൊണ്ടാണ് ഈ ഒരു കൊച്ചും അവാർഡ് നല്ലൊരു കയ്യടി ഒരിക്കൽ കൂടെ കൊടുത്തു. ഒരു സംശയം ഉണ്ടായിരുന്നു, ശോഭ സുരേന്ദ്രജി അതിന് ശേഷം ആര് എന്ന വിഷയം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കൊച്ച് അമ്മ കഴിഞ്ഞിട്ടുണ്ട്.